നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി. കോൺഗ്രസ് ആദ്യമേ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. CPM സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നില്ല. BJP അവിടെ മത്സരിക്കണമെന്ന് പോലും ആലോചിക്കുന്നില്ല. അതിനിടയ്ക്ക് കോൺഗ്രസ്സുകാരിയായ ഒരു വനിതാ നേതാവിനെ BJPയുടെ മുതിർന്ന നേതാവ് കണ്ടു. അത് വലിയ ചർച്ചയായി മാറുന്നു. അപ്പോൾ ഇവിടെ നിലമ്പൂർ എന്ന് പറയുന്ന ഒരു നിയമസഭാ അതിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ഇത് കേരള രാഷ്ട്രീയത്തിൽ അത്ര വലിയ പ്രസക്തമാണോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ അടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM എന്ന് പറയുന്ന പാർട്ടിക്കെതിരെ BJP കൃത്യമായ കരുക്കൾ നീക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയെ നിർത്താത്തത്. അപ്പോൾ വരികൾക്കിടയിലൂടെ വായിച്ചാൽ എന്തൊക്കെയോ ഉള്ളുകള്ളികൾ അതിൻ്റെ ഇടയിൽ രഹസ്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞൂടെ? അല്ല, ഈ തിരഞ്ഞെടുപ്പ് ഏത് രീതിയിൽ പ്രസക്തമാണ് എന്ന് ആരോട് ചോദിച്ചാലും അതിന് കൃത്യമായ ഉത്തരം ആർക്കും നൽകാനില്ല. കാരണം ഒന്ന്, ഈ നിയമസഭയുടെ കാലാവധി അവസാനിക്കാറായി. കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. നമ്മൾ കരുതിയിരുന്നത് പൊതുവേ ഈ തിരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല എന്നാണ് കരുതിയിരുന്നത്. യുദ്ധം വരുത് അങ്ങനെ അതങ്ങ് പോവും എന്ന് കരുതിയിരിക്കുകയാണ്. നമ്മൾ മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. അങ്ങനെ തെരഞ്ഞെടുപ്പ് ഒരു അനിവാര്യതയായി മാറി. അപ്പോൾ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പ് അനാവശ്യമായി നിർമ്മിച്ചാണെന്ന് എല്ലാവർക്കും അറിയാം. അത് നിർമ്മിച്ചത് PV അൻവർ എന്ന് പറയുന്ന MLA ആണ്. അതായത് ജനങ്ങൾ ഒരു MLA തിരഞ്ഞെടുക്കുന്നത് 5 വർഷത്തേക്കാണ്. അവരോടുള്ള ഉത്തരവാദിത്വം 5 വർഷക്കാലം പൂർത്തീകരിക്കാനായിട്ട് ബാധ്യസ്ഥനാണ് MLA. മരണം സംഭവിക്കുകയോ മറ്റേതെങ്കിലും തരത്തിലുള്ള അത്യാഹിതങ്ങളുണ്ടായിട്ട് ഉപതെരഞ്ഞെടുപ്പ് എന്നാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ ഇവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ പലതിലും അങ്ങനെ അല്ലാത്ത കാരണങ്ങൾ ശക്തമായിരുന്നു. മരണം ഉള്ള കാര്യം ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അല്ലാത്തതെല്ലാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഓരോരുത്തർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടുമാറാൻ വേണ്ടി നടത്തിയ പ്രക്രിയകളുടെ ഭാഗമായിട്ടായിരുന്നു. ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട തിരഞ്ഞെടുപ്പുകളായിരുന്നു എല്ലാ തിരഞ്ഞെടുപ്പുകളും, ഒരെണ്ണം ഒഴിച്ച്. അതായത് തൃക്കക്കരയിലെ തിരഞ്ഞെടുപ്പ് ഒഴിച്ച് ബാക്കിയെല്ലാം അടിച്ചേൽപ്പിക്കപ്പെട്ട തിരഞ്ഞെടുപ്പുകളായിരുന്നു. ആ തിരഞ്ഞെടുപ്പുകളിൽ ഒക്കെ രാഷ്ട്രീയമായിട്ട് ആളുകൾ നിലപാടെടുത്ത് വോട്ട് ചെയ്തു എന്നുള്ളത് ശരിയാണ്. ഇവിടെ അതിന് പോലും പ്രസക്തിയില്ലാത്ത തരത്തിൽ കാര്യങ്ങൾ മാറി. കാരണം അൻവർ രാഷ്ട്രീയം പറഞ്ഞെന്താണ്? പിണറായി എന്ന് പറയുന്ന സ്വേച്ഛാധിപതി, പിണറായി എന്ന് പറയുന്ന അഴിമതിക്കാരൻ, പിണറായിയുടെ ഓഫീസ് എന്ന് പറഞ്ഞതിനിടയിൽ അതിനേക്കാളൊക്കെ വലിയ അപകടം നിറഞ്ഞ അഴിമതി കേന്ദ്രം, അദ്ദേഹത്തിൻ്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അജിത്ത് അടക്കമുള്ള ആളുകൾ അഴിമതി വീരന്മാർ, ഇങ്ങനെ പല രീതികളിലും സ്വർണ്ണക്കള്ളക്കടത്ത്, ഇങ്ങനെ ഒരുപാട് അഴിമതികളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? രാജിവെക്കുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി സത്തെ ഇല്ലാതാക്കാനാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷമുള്ള ഈ ദിവസങ്ങൾ പരിശോധിച്ചാൽ ഇവിടെ എവിടെയാണ് ഈ അഴിമതിയെക്കുറിച്ച് ചർച്ച നടന്നത്? എവിടെയാണ് ഈ സ്വേച്ഛാധിപതിക്കെതിരായിട്ടുള്ള സംസാരം ഉണ്ടായത്? പിണറായി സത്തിനെതിരായിട്ട് ആരാണ് സംസാരിച്ചത്? അതിന് പകരം നമ്മൾ ദിവസവും കേട്ടുകൊണ്ടിരുന്ന ചർച്ച എന്ന് പറയുന്നത് കോൺഗ്രസ്സിനകത്തുള്ള അവർ തമ്മിലുള്ള തർക്കത്തിൻ്റെ പ്രശ്നങ്ങൾ മാത്രമായിരുന്നു. അൻവറിനെ ഒതുക്കണോ, അൻവറിനെ ഉയർത്തണോ, ഇത്തരം ചോദ്യങ്ങളായിരുന്നു പ്രധാനമായിട്ട് ഉയർന്നിരുന്നത്. എന്ന് വെച്ചാൽ ഇത് കോൺഗ്രസ്സിനകത്തുള്ള ചില പ്രശ്നങ്ങളായിട്ട് മാത്രം മാറുകയും ഇവിടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഉൾപാർട്ടി രാഷ്ട്രീയമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ചെയ്തത്. കോൺഗ്രസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻവറിൻ്റെ പിന്നാലെയായിരുന്നു. അൻവറിനൊപ്പം കൂട്ടുകയും അൻവറിനെ സ്ഥാനാർത്ഥിയാക്കുക, അൻവർ പറയുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കുക എന്നൊക്കെ പറയുന്ന ചർച്ചകളാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ കോൺഗ്രസ്സിന് മനസ്സിലായി, കോൺഗ്രസ്സിന് ഓപ്ഷനില്ലാത്തൊരു സ്ഥിതി വന്നു. കാരണം എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് KPCCയുടെ സെക്രട്ടറി ആയിട്ടുള്ള ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്തായിരിക്കണം എന്നുള്ളത് അവരുടെ ഒരു തീരുമാനമായി മാറുക, അനിവാര്യമായ തീരുമാനമായി മാറുകയാണ്. കാരണം CPM അകലെ ഇങ്ങനെ മാറി നിൽക്കുകയായിരുന്നു. എന്തിനാണ്? ആര്യൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയില്ല എങ്കിൽ അയാളെ വിളിച്ച് CPMൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കാനായിട്ട് അവരിങ്ങനെ നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വന്ന സമയത്ത് കോൺഗ്രസ്സിനെ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥി എന്നുള്ള ഉറപ്പായി. അത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാവണോ CPMൻ്റെ സ്ഥാനാർത്ഥിയാവണോ എന്നുള്ളത് മാത്രമാണ് അവരുടെ പ്രശ്നമായിട്ട് മാറി. അങ്ങനെ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നിക്കക്കള്ളി ചെയ്താൽ ആര്യൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിയായത് ശരിയും അവരെ സംബന്ധിച്ചത്. അപ്പോൾ അൻവർ അടഞ്ഞു. കാരണം എന്താണ്? അൻവർ MLA സ്ഥാനം രാജിവെക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു, ഇവിടെ ഞാൻ പറയുന്ന ആളെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കണം എന്നാണ് പറഞ്ഞത്. അത് എന്തൊരു വൃത്തികെട്ട ഒരാവശ്യമാണ്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് ആ രാഷ്ട്രീയ പാർട്ടിയല്ല, അതിന് പുറത്തു നിൽക്കുന്ന ഒരുത്തനാണ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അംഗീകരിക്കില്ല. അതുകൊണ്ട് കോൺഗ്രസ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അംഗീകരിക്കാൻ തയ്യാറായില്ല. ഒന്ന്. രണ്ട്, അവർക്ക് മറ്റ് മാർഗ്ഗങ്ങളും ഇല്ലാത്തതിൻ്റെ ഫലമായിട്ട് അവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? ആര്യൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കേണ്ടി വന്നു. എന്നാൽ
ഇദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ DCC സെക്രട്ടറി ആയിട്ടുള്ള ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം എന്നാണ് അൻവർ എന്ന് പറഞ്ഞിരുന്നത്. അതിന് നമ്മൾ കാരണങ്ങൾ അന്വേഷിച്ച് പോകുന്ന സമയത്ത് അൻവറും അതേപോലെ തന്നെ ഷൗക്കത്തും തമ്മിലുള്ളതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യങ്ങളാണ്, രാഷ്ട്രീയമല്ല. ആ വൈരാഗ്യത്തിൻ്റെ ഫലമായിട്ട്, കുടിപ്പകയുടെ ഫലമായിട്ട് ഒരു കാരണവശാലും ഇയാളെ സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാണ് അൻവർ നടത്തുന്നത്. അവസാനം കോൺഗ്രസിൻ്റെ നേതൃത്വവും ഈ കാര്യത്തിൽ നിലപാടെടുത്തില്ലെങ്കിൽ കോൺഗ്രസ് കേരളത്തിലുണ്ടാവില്ല എന്ന കണ്ടീഷൻ വന്ന സമയത്ത് അവർ ശക്തമായിട്ടുള്ള നിലപാടെടുത്തു. കോൺഗ്രസ് പാർട്ടിയുടെ കാര്യങ്ങൾ കോൺഗ്രസ് തീരുമാനിക്കും. അങ്ങനെ കോൺഗ്രസ് തീരുമാനിച്ചു. ആര്യൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി. അൻവറിനോട് പോയി പണി നോക്കാനായിട്ട് പറഞ്ഞു. ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത്. പിന്നീട് അൻവറിൻ്റെ സർക്കസാണ് നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ സർക്കസ് തീർന്നിട്ടില്ല. കാരണം എന്താണ്? ഒരു ദിവസം കൂടി ഞാൻ കാത്തിരിക്കും. കാരണം എനിക്ക് സമുദായ നേതാക്കളുടെ സപ്പോർട്ടുണ്ട്, മുസ്ലിം ലീഗിൻ്റെ സപ്പോർട്ടുണ്ട്, SDPയുടെ സപ്പോർട്ടുണ്ട്, അങ്ങനെ ഒരുപാട് സപ്പോർട്ടുണ്ട്. ഇവരെല്ലാവരും പറഞ്ഞതനുസരിച്ച് UDFൻ്റെ അസോസിയേറ്റായി എൻ്റെ പാർട്ടിയെ തീരുമാനിച്ചാൽ മാത്രമാണ് ഞാൻ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് സ്ഥാനാർത്ഥിയെ നിർത്തും എന്ന് പറയുന്ന വീരവാദമാണ് ഇപ്പോൾ അധികം മുഴക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ജനങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികമായി. ഈ 4ാം വാർഷികം സംബന്ധിച്ച് വലിയ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. പക്ഷേ മീഡിയ പോലും അതിനെ അവഗണിച്ചു. അതുകൊണ്ട് ആ പരിപാടികളൊക്കെ ഫ്ലോപ്പായിപ്പോയി. അതുകൊണ്ട് പിണറായി സർക്കാർ എത്രത്തോളം ജീർണിച്ചു, 2ാം പിണറായി സർക്കാർ, ആ ജീർണത കണ്ടിട്ട് ജനങ്ങൾ അതിനനുസരിച്ചൊരു തീരുമാനം എടുത്തോട്ടെ എന്നുള്ളൊരു നിലപാട് കുറേയധികം CPM നേതാക്കൾക്കുമുണ്ട്. കാരണം ഒരു ഭരണകക്ഷി തന്നെ, അല്ലെ ഒരു പാർട്ടി തന്നെ 2 ടേം അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ ആ പാർട്ടി വലിയ രീതിയിലുള്ള അഴിമതിക്കാരായിട്ട് മാറും. ഇവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയാണ് ശക്തമായി പ്രതിപക്ഷമായി വരേണ്ടത്. പക്ഷേ തമ്മിൽ മൂലം അവർക്കും ഒരു വലിയ ശക്തിയായി മാറാൻ കഴിയുന്നില്ല. അപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ BJP ഒരു പുതിയ മുഖമൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ BJP അവിടെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പോലും പെട്ടെന്ന് തയ്യാറാകുന്നില്ല. ഒന്നാമത് BJPക്ക് അവിടെ വലിയ സ്വാധീനമൊന്നുമില്ല. പക്ഷേ ഒരു സ്വാധീനമില്ലാത്ത മണ്ഡലങ്ങളിൽ പോലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന ചരിത്രമുള്ള BJP എന്തുകൊണ്ടാണ് ഈ നിലപാടെടുക്കുന്നതെന്ന് CPMനുള്ളിലെ തന്നെ നേതാക്കൾ പരസ്യമായിട്ട് ചോദിക്കുന്നുണ്ട്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി ജീർണിച്ച് ഇല്ലാതാവുകയാണെങ്കിൽ അങ്ങനെ നടന്നോട്ടെ, അപ്പുറത്ത് നിൽക്കുന്ന പാർട്ടി സ്വയം കുത്തി മരിച്ചുകൊണ്ടിരിക്കുന്ന തമ്മിലടി കൊണ്ട്. ഇത് തന്നെയാണ് ബംഗാളിൽ ഒരുപക്ഷെ നടന്നത്. CPM അങ്ങനെ നഷ്ടപ്പെട്ടു പോവുകയും അവിടേക്ക് തൃണമൂൽ വരികയും ചെയ്തു. അപ്പോൾ കേരളത്തിൽ BJPക്ക് പ്രസക്തി ഏറി വരുന്ന ഒരു കാലഘട്ടത്തിൽ അവരൊരു തന്ത്രം പയറ്റുകയാണെന്ന് നമ്മൾ വിലയിരുത്തിയാൽ അത് തെറ്റാവുമോ? അല്ല, BJPയുടെ പൊതുവായിട്ടുള്ള കാഴ്ചപ്പാട് വിഷയത്തിൽ നമുക്കിങ്ങനെ അത് മനസ്സിലാക്കാം. ഒന്ന്, CPM എന്ന് പറയുന്നത് അധികാരത്തിലിരുന്ന് ജീർണിച്ചു പോകുന്ന പാർട്ടി. കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികാരത്തിൽ നിന്ന് പുറത്തു നിന്ന് ഇല്ലാതാകുന്ന പാർട്ടിയാണ്. അതായത് അധികാരമില്ലെങ്കിൽ ആവശ്യത്തിന് ശ്വാസം വിടാൻ പോലും കഴിയാത്തതായിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്നതാണ് BJPയുടെ വിലയിരുത്തൽ. അതേപോലെ തന്നെ അധികാരം കൊണ്ട് ജീർണിച്ച് നശിച്ചു പോകുന്നൊരു പാർട്ടിയാണ് CPM. ഈ 2 കാഴ്ചപ്പാടുകളും ഏതാണ്ട് ശരിയായിട്ടുള്ള കാഴ്ചപ്പാടുകളായിട്ടാണ് എല്ലാവരും വിലയിരുത്തുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനെ രണ്ടിനെയും ഇല്ലാതാക്കാനായിട്ട് എന്ത് നിലപാടെടുക്കണം? ആ നിലപാടാണ് BJPയെ കൊണ്ട് വളരെ സാവകാശത്തിൽ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇതുവരെയും BJP എടുത്ത നിലപാടല്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനകത്ത് BJP എടുക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുൻകാലങ്ങളിൽ എപ്പോഴും സ്ഥാനാർത്ഥി മത്സരിപ്പിക്കും. കാരണം BJPയുടെ വോട്ടുണ്ട്. ആ വോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കൂ എന്ന മനസാക്ഷി വോട്ടാക്കി മാറ്റാനായിട്ട് BJP ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. കാരണം മനസാക്ഷി വോട്ടായിട്ട് ഈ വോട്ടുകൾ വിട്ടുകഴിഞ്ഞാൽ അത് എങ്ങനെയാണ് അവരെ ബാധിക്കുന്നുള്ള അവർക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യം. അതുകൊണ്ട് അങ്ങനെ ഇതുവരെയും വിട്ടിരുന്നില്ല. ഇത്തവണ പക്ഷേ മനസാക്ഷി വോട്ടിലേക്കാണോ BJP പോകുന്നതെന്ന് സംശയം നമുക്കുണ്ടാകുന്നുണ്ട്. കാരണം അവർ സ്ഥാനാർത്ഥി നിർത്തുന്നില്ല എന്ന് ആദ്യം പ്രഖ്യാപിച്ചു. പിന്നീട് BDJSനോട് വെക്കാൻ പറഞ്ഞു. അപ്പോൾ അവർക്കും അവിടെ ഒന്നും ചെയ്യാനില്ല എന്നുള്ളതിൻ്റെ പേരിൽ മത്സരിക്കേണ്ടെന്ന് തീരുമാനിച്ചിരിക്കും. പക്ഷെ അവർക്കുള്ള കുറേ വോട്ടുകളുണ്ട്, BJPക്ക് അല്ലെങ്കിൽ NDAക്കുള്ള വോട്ടുകൾ. ആ വോട്ടുകൾ ഒരു പ്രത്യേക സ്ഥാനാർത്ഥിക്ക് അവർ പതുക്കെ ഷിഫ്റ്റ് ചെയ്യിപ്പിക്കുകയാണ് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും എന്ന് തീരുമാനിക്കാനായിട്ടുള്ള ഒരു ഡിറ്റർമൈനിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് BJPയുടെ കയ്യിൽ എത്തിച്ചേരും. അപ്പോൾ BJP CPMനെ നശിപ്പിക്കാൻ തീരുമാനിക്കുകയാണെന്ന് വിചാരിക്കുക. തീർച്ചയായിട്ടും ഇവിടെ ആ വോട്ടുകളെല്ലാനും CPMന് നൽകുകയും CPMന് വിജയിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അഹങ്കാരം മൂക്കും. കാരണം എന്താണ്? അൻവർ വെല്ലുവിളിച്ചു, അവൻ അപ്പുറത്ത് പോയി. ഒരിക്കലും CPM ജയിക്കാത്ത നിയോജക മണ്ഡലമാണത്. അവിടെ ഉപതെരഞ്ഞെടുപ്പ് ഞങ്ങൾ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവരുടെ അഹങ്കാരം ഇരട്ടിക്കും. ഇവർ നേരത്തെ വരുന്നതിനേക്കാൾ മോശമായിട്ട് വീണ്ടും പ്രവർത്തിക്കുകയും, അതുമാത്രമല്ല ഇത് 3ാം പിണറായി സർക്കാരിലേക്കുള്ള
ചൂണ്ടുവലയാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യും. ഇപ്പോൾ BJP നോക്കിയിരിക്കുകയാണ് ഇങ്ങനെ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം, അതോ വോട്ടുകൾ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാനായിട്ട് പറഞ്ഞ് UDF ജയിക്കാനായിട്ട് അനുവദിക്കണം. ഇതാണ് അവരുടെ മുന്നിൽ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. തീരുമാനം ഇതുവരെയായിട്ടില്ല. ചിലപ്പോൾ സ്വന്തമായിട്ട് സ്ഥാനാർത്ഥിനെ നിർത്തിക്കൂടായില്ല. അല്ല, സ്ഥാനാർത്ഥി നിർത്തുമായിരിക്കും, പക്ഷേ BJPയുടെ ഒരു തന്ത്രം എന്ന് പറയുന്നത് ശരിക്കും കോൺഗ്രസിനെയും CPM-നെയും ഞെട്ടിക്കുന്നതാണ്. അതുകൊണ്ടാണ് അവർ റിയാക്ട് ചെയ്ത് വരുന്നത്. എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥിയെ നിർത്താത്തത്? അങ്ങനെ ഒരു നീക്കം അവർ മനസ്സിലാക്കുന്നില്ല ഇപ്പോൾ. അല്ല, ഇപ്പോൾ അങ്ങനത്തെ ഒരു നമ്മൾ ഈ സംസാരിച്ചൊരു വിഷയമുണ്ടല്ലോ, അതിപ്പോൾ BJPയുടെ മുന്നിലുള്ള സ്ട്രാറ്റജിയാണ് ശരിക്കും പറഞ്ഞിട്ട്. അതായത് എങ്ങനെ ഇതിൽ മത്സരിക്കാതിരുന്നുകൊണ്ട് മത്സരിക്കുന്നവരായി മാറുക. മത്സരിക്കുമ്പോൾ മാത്രമല്ല മത്സരത്തിൽ പങ്കാളിയാവുന്നത്, മത്സരിക്കാതിരുന്നുകൊണ്ട് മത്സരത്തിൽ പങ്കാളിയാവും. കാരണം ഇവർക്ക് പുറത്തിരുന്നുകൊണ്ട് ഇതിനെ നിയന്ത്രിക്കാൻ പറ്റും. റിമോട്ട് കൺട്രോൾ, ഈ ഇലക്ഷനെ റിമോട്ട് കൺട്രോൾ വെച്ച് നിയന്ത്രിക്കാൻ BJP കഴിയുന്ന ഒരു കണ്ടീഷനാണ് യഥാർത്ഥത്തിൽ ഒരു മത്സരിക്കാതിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത്. അവർക്ക് കിട്ടുന്ന കോർ വോട്ടുകളുണ്ട്, അതൊക്കെ വേണമെങ്കിൽ എവിടെയെങ്കിലും ചൊരിഞ്ഞിടാം. ഇലക്ഷൻ കഴിയുന്ന സമയത്ത് വീണ്ടും പഴയ കാലത്തെ ചർച്ച വരും. എന്താണ്? കോൺഗ്രസും അതേപോലെ തന്നെ BJPയും തമ്മിൽ എന്താണ് അന്തർധാര, അല്ലെങ്കിൽ CPM-ഉം BJPയും തമ്മിൽ അന്തർധാര. ഈ ചർച്ച കൂടുതൽ ഫലപ്രദമാക്കാനും കൂടുതൽ ശക്തിപ്പെടുത്താനും ഇപ്പോൾ BJP എടുത്തിരിക്കുന്നതായിട്ടുള്ള നിലപാടുകൾക്ക് കഴിയും. അത് BJPക്ക് ഗുണം ചെയ്യുന്നതാണോ ഇല്ലെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് നമ്മളുടെ ഒരു കേരള രാഷ്ട്രീയത്തിൻ്റെ പോക്കുകൾ എങ്ങോട്ടാണ് എന്ന് മനസ്സിലാകുന്ന സമയത്ത് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ BJPയുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് CPM-നെ ദുർബലപ്പെടുത്തുകയും ജീർണിപ്പിക്കുക, അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുക എന്നതാണ്. അതിനുള്ള മാർഗം കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് പുറത്തു നിർത്തുക, CPM-നെ അധികാരത്തിലിരുത്തി നശിപ്പിച്ച് ജീർണിപ്പിച്ച് ഇല്ലാതാക്കുക. ഇതിൻ്റെ ഒരു ടാക്ടീസാണ് അവർ ആലോചിക്കുക. കാരണം ഉപതെരഞ്ഞെടുപ്പിൽ അതിൽ കൂടുതൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന് എല്ലാവരും പറയാൻ സാധ്യതയുണ്ട്. കാരണം പ്രത്യേകിച്ച് റോളൊന്നുമില്ല അതിൻ്റെ അകത്ത്. ഈ റിസൾട്ടിനും പ്രത്യേകിച്ച് റോളൊന്നുമില്ല. പിന്നെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് ഉപയോഗിക്കപ്പെടും എന്ന് മാത്രമേ ഉള്ളൂ. ആകെ ഇത് പ്രസക്തമായിരിക്കുന്നത് അൻവർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് മാത്രമാണ്. അൻവർ പക്ഷേ ഇപ്പോൾ തന്നെ ഏതാണ്ട് വിടക്കായി. തെരഞ്ഞെടുപ്പ് കഴിയാനേക്ക് മുമ്പ് തന്നെ അയാൾ ഇല്ലാതായി. അപ്പോൾ പിന്നെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള റിസൾട്ട് എന്ന് പറയുന്നത് UDF വിജയമാണ് ഉണ്ടാകുന്നെങ്കിൽ മാത്രമാണ് പ്രസക്തമായി തീരുന്നത്. അത് അല്ലെങ്കിൽ BJP എന്താണോ ആഗ്രഹിക്കുന്ന ആ രീതിയിൽ കാര്യങ്ങൾ നടക്കുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം. എന്ന് വെച്ചാൽ CPM-നെ ജയിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ CPM ജയിച്ചു കഴിഞ്ഞാൽ ഈ വാദമായിരിക്കും അതിശക്തമായിട്ട് കേരളം മുഴുവൻ അലടിച്ചു വരാനായിട്ട് സാധ്യത എന്നേക്കും. എവിടെ BJPയുടെ വോട്ടുകൾ? അത് CPM-ൻ്റെ പെട്ടിക്കകത്തല്ലേ എന്നുള്ള ചോദ്യം വീണ്ടും വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.